അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാംസ്റ്ററിൻ്റെ ഒരു ക്വിക്ക് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഹാംസ്റ്ററിൻ്റെ കാർഡൊക്കെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെലഗ്രാം ചാനലിലെ QR കോഡ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ജോയിൻ ചെയ്യുക. ഇതിലാണ് നമ്മുടെ മോസ്റ്റ് അപ്ഡേറ്റ്സും എല്ലാം വരുന്നത്. ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ crypto_monkey 2 വഴിയുണ്ട് _ചാനൽ എന്ന് പബ്ലിക്കായിട്ട് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ചാനൽ കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ എല്ലാ സമയത്തും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബെസ്റ്റ് അപ്ഡേറ്റ് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കോയിനിൽ ഓൾറെഡി കുക്കോയിൻ എന്ന് പറഞ്ഞൊരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. ക്രിപ്റ്റോ കോയിൻസ് വാങ്ങാനും വിൽക്കാൻ പറ്റുന്ന എക്സ്ചേഞ്ച് ആണ്. അവിടെ ഹാംസ്റ്റർ കോയിൻ ഓൾറെഡി പ്രീ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം? കുക്ക് കോയിൻ ഓൾമോസ്റ്റ് ഒരു 95% ലിസ്റ്റ് ആവുമെന്ന് ഓൾറെഡി ഉറപ്പായിട്ടുണ്ട്. ഓക്കെ. പിന്നെ അവരുടെ ട്രേഡിംഗ് ഡ്യൂറേഷൻ അവർ ഇന്നലെ 12th ആണ് ഇടുന്നത്. ഇപ്പോൾ അത് 14th ആക്കിയിട്ടുണ്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യും. ഇത് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഫണ്ട് വലിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഹാംസ്റ്റർ ഓൾമോസ്റ്റ് ഇതായിട്ടുണ്ട്. അപ്പോൾ ഹാംസ്റ്ററിൻ്റെ ഓൾറെഡി അവർ ടെലഗ്രാം ചാനലിലൂടെ അവർ ത്രൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഒരു എയർ ഡ്രോപ്പ് ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എയർ ഡ്രോപ്പിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നത് പ്രോഫിറ്റ് പെർ അവറിനാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹാംസ്റ്ററിൻ്റെ ലിങ്ക് നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ ബോട്ടിൻ്റെയും ലിങ്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ പിൻ ചെയ്തിട്ടുള്ള ഒരു മെസ്സേജ് എടുപ്പുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് മെസ്സേജസ് നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും. എല്ലാ ഇതിൻ്റെയും ഒരു ഓൾമോസ്റ്റ് കുറച്ച് ബോട്ടുകളിലൊക്കെ ട്യൂട്ടോറിയൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ബോട്ടിലേക്ക് പോകാം. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡെയിലി കാർഡിൻ്റെ കോംബോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ സൈഫറിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും അറിയാമെന്ന് വിചാരിക്കുന്നു. സൈഫർ കോഡ് അടിക്കാനായിട്ട് ഏൺ പെർ ടാപ്പിൽ 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെഡ് ഇൻ്റർഫേസ് വരും. ഈ റെഡ് ഇൻ്റർഫേസിലാണ് സൈഫർ കോഡ് അടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ മൈൻ എന്ന് പറഞ്ഞ ബട്ടണിലാണ് നമുക്ക് കുറേ കാർഡുള്ളത്. ഈ കാർഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ മേലെ കാണുന്ന പ്രോഫിറ്റ് പെർ അവർ എന്ത് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ മൈൻ എന്ന് പറഞ്ഞ കാർഡിൽ നിങ്ങൾ ഒരുപാട് കാർഡുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ കാർഡും ചറപറ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലോസ് ആയിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് നല്ല കാർഡുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ ടെലഗ്രാം ചാനലിൽ ഇട്ടുള്ള കാർഡുകൾ എല്ലാതും നിങ്ങൾ മാക്സിമം അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും എന്താണ് ഈ കാർഡുകൾ, എങ്ങനെയാണ് ഇത് അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളാണ്, എൻ്റെ ഇതിൽ ഡിപ്പെൻഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതായത് ചിലപ്പോൾ ഇവിടെ DeFi 20.0 ടോക്കൺസ് എന്ന കാർഡ് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ടാവും ചിലപ്പോൾ ഷിറ്റ് കോയിൻസ് എന്ന് പറഞ്ഞ ഒരു കാർഡ് ലെവൽ 7 എത്തിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാർഡിൻ്റെ എത്രയാണ് ലെവൽ 13 ആണ്. അപ്പോൾ സപ്പോസ് വിചാരിക്കുക ഇത് ലെവൽ 15 എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാർഡ് അപ്ഗ്രേഡ് ചെയ്ത് ലെവൽ 15 എത്തിച്ചാൽ മാത്രമാണ് ഇത് നമുക്ക് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണുള്ളൂ. അപ്പോൾ എല്ലാ കോയിൻ്റെയും താഴെ നോക്കുക, ഏത് കോയിൻ എത്ര ലെവൽ എത്തിച്ചാലാണ് നമുക്ക് ആ കോയിൻ ആ കാർഡ് മേടിക്കാൻ പറ്റുക എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അങ്ങനെ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തത്. ചിലപ്പോൾ നമുക്ക് എല്ലാ കോയിൻസും ഇവിടെ ആയിരിക്കില്ല, എല്ലാ കാർഡ്സും ഇവിടെ ആയിരിക്കില്ല. ചിലപ്പോൾ മെം കോയിൻസിൻ്റെ ഒരു കാർഡ് ഇവിടെ കിടക്കുന്നുണ്ടാവും. എന്നിട്ട് പറയും ചിലപ്പോൾ ഷോർട്ട് സ്കീസ് ലെവൽ 1 ആക്കാൻ പറയും. അപ്പോൾ ഷോർട്ട് സ്കീസ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണില്ല. നമ്മൾ ചിലപ്പോൾ എവിടെ കിടക്കുന്നത്? അത് സ്പെഷ്യലിലാണ് കിടക്കുന്നത്. സ്പെഷ്യലിലാണ് ഷോർട്ട് സ്കീസ് എന്ന് പറഞ്ഞൊരു കാർഡ് കിടക്കുന്നത്. അപ്പോൾ ആ കാർഡ് എന്ത് ചെയ്യണം? ലെവൽ 15 ആക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലെവൽ 15 ആക്കണം. ലെവൽ 15 ആക്കിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ മെം കോയിൻ അൺലോക്കായി കിടക്കുന്നുണ്ടാവും. പിന്നെ നമുക്കത് ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ കാർഡും മറ്റൊരു കാർഡിനായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ആ കാർഡ് അൺലോക്ക് ചെയ്താൽ ആ കാർഡ് അത്രയും ലെവൽ എത്തിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മേടിക്കേണ്ട മിക്ക എല്ലാ നല്ല കാർഡുകളുടെയും ഇൻഫോ നമ്മൾ എവിടെ ഇട്ടിട്ടുണ്ട്? നമ്മുടെ ടെലഗ്രാം ചാനലിൽ വരിക. സോറി, ഞാൻ ടെലഗ്രാമിലാണ് ഓൾറെഡി ഉള്ളത്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഏറ്റവും അവസാനം ഇട്ടിരിക്കുന്ന കുറച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ ഈ മാർജിൻ ട്രേഡിങ്ങിൻ്റെ 50, 75, 100 ഒക്കെ ഇമ്പോർട്ടൻസ് ആണ്. ഡെറിവേറ്റീവ്സ് കുഴപ്പമില്ല, പ്രഡിക്ഷൻ മാർക്കറ്റ് കുഴപ്പമില്ല. ഞാൻ കുറച്ച് കാർഡുകൾ ഇപ്പോൾ പറയാണ്. ഡാവോ കുഴപ്പമില്ല, Web3 ഇൻറ്റഗ്രേഷൻ ഇസ് എ ഗുഡ് കാർഡ്, P2P ട്രേഡിംഗ് ഇസ് എ ബെസ്റ്റ് കാർഡ്, ട്രേഡിംഗ് ബോട്ട്സ് ഇസ് എ ബെസ്റ്റ് കാർഡ്. അപ്പോൾ ട്രേഡിംഗ് ബോട്ട്സ് ഒക്കെ എന്ത് ചെയ്യുക? ഇതൊക്കെ എല്ലാതും അപ്ഗ്രേഡ് ചെയ്ത് ചോദിക്കുക. ഓക്കെ. പിന്നെ ഉള്ളത് നമ്മൾ PR ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ PR ടീമിലേക്ക് താഴെ വരുമ്പോൾ അത്യാവശ്യം കുറേ നല്ല കാർഡുകളുണ്ട്. ഈ വെൽക്കം ടു ആംസ്റ്റർഡാം നമുക്ക് നല്ല കാർഡാണ്. അതൊക്കെ എല്ലാവരും മേടിച്ചിടുക. VC ലാബ്സ് നല്ല കാർഡാണ്. അതുപോലെ കൺസെനസ് എക്സ്പ്ലോറർ ഇറ്റ്സ് ഗുഡ് കാർഡ്. അപ്പോൾ ഇങ്ങനത്തെ കാർഡുകളൊക്കെ എന്ത് ചെയ്യുക? എല്ലാവരും എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തിരിക്കാൻ നോക്കുക. ഓക്കെ.
അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ വരുന്നത്. ലീഗലിൽ വരുന്ന കുറച്ച് കാർഡുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എത്തോപ്യ, കുറച്ച് ലൈസൻസ് ജപ്പാൻ, നോർത്ത് അമേരിക്ക ഇങ്ങനത്തെ കുറച്ച് കാർഡുകളൊക്കെ വളരെ നല്ല കാർഡുകളാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം അപ്ഗ്രേഡ് ചെയ്ത് വെക്കാൻ നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള കോയിൻ എല്ലാം എടുത്ത് അപ്ഗ്രേഡ് ചെയ്യരുത്. ഒരു 50% കോയിനെങ്കിലും സേവ് ചെയ്ത് വെക്കുക. കാരണം ഫുൾ അവർ അനൗൺസ് ചെയ്തിട്ടുള്ള എയർ ഡ്രോപ്പിനാണ് അവർ പ്രോഫിറ്റ് പർവ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലിസ്റ്റിങ്ങിന്റെ സമയത്ത് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് ഇതുവരെ അറിയില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുക, അതായത് 50% മാത്രം നിങ്ങളുടെ കോയിൻസ് യൂട്ടിലൈസ് ചെയ്തിട്ട് 50% കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ കോയിൻസിനെ എന്ത് ചെയ്യാൻ നോക്കുക, പ്രോഫിറ്റ് പെർ അവർ കൂട്ടാൻ നോക്കുക. അതുപോലെ കാർഡ് മേടിച്ച് സ്പെഷ്യൽസിൽ എല്ലാവരും പ്രീ മാർക്കറ്റ് ലോഞ്ച് പറഞ്ഞ കാർഡ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് 12th ജൂണിന് വന്നിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും എന്തായാലും മേടിച്ചെടുക്കുക. ഓക്കെ, പിന്നെ കുറേ കാർഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കാർഡും മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ന്യൂ കാർഡ്സിലെ കുറച്ച് കാർഡുകൾ മാത്രമാണ് നമുക്ക് മേടിക്കാനായിട്ട് കുറച്ച് ബാക്കിയുള്ളൂ. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാർഡുകളും നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള നിങ്ങൾ എല്ലാ കാർഡുകളും മേടിച്ചിടാൻ നോക്കുക. ഒറ്റ കാർഡുകളും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഓൾമോസ്റ്റ് എല്ലാ കാർഡും മേടിച്ചിട്ടോ അപ്ഗ്രേഡ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് അനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞു, ഇത് ഇപ്പോൾ നമുക്ക് ഇതിന്റെ ഫണ്ടുകളൊന്നും നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല. ഫണ്ട് എപ്പോഴാണ് പിൻവലിക്കാൻ പറ്റുക? വൺസ് ഈ കോയിൻ ലിസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഫണ്ടൊക്കെ പിൻവലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ എന്തായാലും എന്ത് ചെയ്യും, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫുള്ളായിട്ട് A to Z ഇട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും എപ്പോൾ ലിസ്റ്റ് ചെയ്യും, എപ്പോൾ ലിസ്റ്റ് ചെയ്യും ചോദിക്കേണ്ട. ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഓപ്ഷൻ കാണിക്കും എന്താണ്, എങ്ങോട്ടാണ് മാറ്റേണ്ടത് എന്നുള്ളത്. ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ചെയ്യാവുന്ന ഒരു കേസ് എന്ന് പറയുന്നത്, എയർ ഡ്രോപ്പിൽ ടൺ വാലറ്റിന്റെ വാലറ്റ് മസ്റ്റായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കണം. ലിങ്ക് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വാളിഫൈ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ടൺ വാലറ്റ് എടുത്തിട്ട്, ടൺ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട്. ടൺ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടൺ വാലറ്റ് ഈ എയർ ഡ്രോപ്പുമായിട്ട് എന്തായാലും കണക്ട് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഏൺ ടാബിൽ കുറച്ച് ദിവസം ദിവസം ഓരോ ഇത് വരാറുണ്ട്, അതായത് ടാസ്കുകൾ വരാറുണ്ട്. അപ്പോൾ ആ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് എന്ത് ചെയ്യും, നമുക്ക് അത്യാവശ്യം എന്ത് കിട്ടും, കുറേ കോയിൻസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് ഏത് ഇത് സെലക്ട് ചെയ്യണമെന്ന്, അതായത് ഏത് എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യണമെന്ന്. അപ്പോൾ മേലെ നമുക്ക് ബിനാൻസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ എക്സ്ചേഞ്ചിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക്, ഞാൻ സെലക്ട് ചെയ്തത് ബിനാൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈബിറ്റ് അല്ലെങ്കിൽ കുക്ക് കോയിൻ, ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് രണ്ടും നല്ല എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇത്രയാണ് ഏകദേശം നമുക്ക് ഇതിലുള്ളൂ. പിന്നെ ടാപ്പ് ചെയ്തൊക്കെ ഉണ്ടാക്കാൻ നോക്കാം മാക്സിമം. സമയമുണ്ടെങ്കിൽ ടാപ്പ് ചെയ്ത് നോക്കുക, അല്ലാതെങ്കിൽ റെഫറൽ വഴി കോപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട. അതായത് ഈ കോയിൻ ലിസ്റ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ വീഡിയോ, കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്തായാലും ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വരുന്നുണ്ട്. 9:30 സമയത്താണ് നമ്മൾ ലൈവ് വരുന്നത്. അപ്പോൾ ആ ലൈവിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കയറാൻ നോക്കുക. ഇൻസ്റ്റാഗ്രാമിന്റെ ഹാൻഡിലെ പേരും ഇത് തന്നെയാണ്, crypto_monkey തന്നെയാണ് പേര്. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ കയറി നിങ്ങൾക്കുള്ള ഡൗട്ടുകളൊക്കെ അവിടെ നമ്മൾ മാക്സിമം ക്ലിയർ ആകാൻ നോക്കാറുണ്ട്. അനൗൺസ്മെന്റ് ഒക്കെ ക്ലിയർ ആകാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇനി ഇതുവരെ ടെലഗ്രാം ചാനൽ കയറാത്തവരാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ കയറാം. നമ്മുടെ ബയോയിൽ ലിങ്ക് എടുപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏതിലും കയറാം, നമ്മുടെ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റി ചാറ്റ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ടുകൾ കമ്മ്യൂണിറ്റി വഴി നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.